അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, സുഖല്ലേ? ചായയൊക്കെ കുടിച്ചില്ലേ? ആരാ കുടിക്കാത്ത? കുടിച്ചിട്ടില്ലേ? കുടിച്ചിട്ടുണ്ട്. നല്ല കുട്ടികളാണ്. അപ്പം ഇന്ന് നമുക്ക് പുതിയൊരു പാഠം പഠിക്കാം. അലിഫ് ഇതാ നിങ്ങളൊക്കെ പഠിച്ചല്ലോ, പഠിച്ചു. ഹംസ പഠിച്ചല്ലോ, ഹംസയും പഠിച്ച്. ഉപ്പാക്ക് എന്താ അറബി പറയാ? അബ്. എന്താണ് അബ്? എങ്ങനെയാണ് നമ്മൾ അബ് എഴുതിയത്? അലിഫിന് മുകളിൽ ഹംസ കൊടുത്ത് അതിന് മുകളിൽ ഒരു ഫത്ഹ കൊടുത്ത് അല്ലേ? ഇനി ഇത് കണ്ടോ, ഇതെന്താണ്? ചെവി അല്ലേ? ചെവി. ചെവിക്കെന്താ അറബിയിൽ പറയാന്നറിയോ നിങ്ങൾക്ക്? ആർക്കറിയാ? നിങ്ങളെന്താ പറയാത്തത്? അറിയാത്തത് കൊണ്ടൊന്നും അല്ല, ഞാൻ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ. നമുക്ക് നോക്കാം. ഉദുൻ എന്താണ്? അവന് ആദ്യം അറിയാന്നല്ലേ. എവിടുന്നാ പഠിച്ചേ? തിബിയാനോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഉദുൻ എന്താ പറയാ? ഉദുൻ ചെവി. ഉദുൻ ചെവി. നിങ്ങളുടെ ചെവിയും തൊട്. രണ്ട് ചെവിയും തൊട്ടോ തൊട്ടോ തൊട്ടോ. അപ്പൊ ചെവിക്ക് നമ്മൾ എന്താ പറയാ? ഉദുൻ. എന്താ പറയാ? ഉദുൻ ചെവി. ഉദുൻ ചെവി. ഒന്നുകൂടി, ഉദുൻ ചെവി. ഇനി നമുക്ക് എങ്ങനെയാ ഊന്നെഴുതാന്ന് അറിയണ്ടേ? അതിന് നമ്മൾ ആദ്യം കാണേണ്ട ഒരു സംഗതി, ഇപ്പം നമ്മൾ നേരത്തെ അലിഫ് എഴുതി അതിൻ്റെ മുകളിൽ ഹംസ കൊടുത്ത് ഫത്ഹ കൊടുത്തപ്പോഴല്ലേ, മുകളിൽ ഫത്ഹ കൊടുത്തപ്പോഴല്ലേ നമ്മൾ ആ എന്ന് പറഞ്ഞത്? ഫത്ഹ കൊടുത്തപ്പോൾ ആ, ഫത്ഹ കൊടുത്തപ്പോൾ ആ. ഇനി അതിൻ്റെ മുകളിൽ ഒരു ലമ്മ കൊടുത്താൽ, ഒരു ലമ്മ, ഇങ്ങനെ ലമ്മ, കൈ കൊണ്ട് ഇങ്ങനെ ആക്കി ലമ്മ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടോ, എപ്പോഴും ശ്രദ്ധിച്ചു വെച്ചോളൂ. ലമ്മിട്ടാൽ ചുണ്ട് കൂട്ടണം, ലമ്മിട്ടാൽ ചുണ്ട് കൂട്ടണം, ലമ്മിട്ടാൽ ലമ്മിട്ടാൽ ചുണ്ട് കൂട്ടണം. ഈ ലമ്മ കണ്ടാൽ ആ അക്ഷരം വായിക്കാൻ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ? ചുണ്ടിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാണ് പറയാ. ചുണ്ടിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടാണ് പറയാ. അപ്പോ ലമ്മിട്ട് ഉ ബു സു കു ലു മു. ലമ്മിട്ടിടോ ചുണ്ട് കൂട്ടിപ്പിടിച്ചാണ് പറയാ. അപ്പൊ ആ എന്നാണെങ്കിലോ ഊ, പാ എന്നാണെങ്കിലോ പൂ, ഖ എന്നാണെങ്കിലോ കൂ. ലമ്മിട്ടോ ചുണ്ട് കൂട്ടിപ്പിടിക്കണം, ചുണ്ട് കൂട്ടിപ്പിടിക്കണം. ഊ. അപ്പൊ നോക്കാം. അപ്പൊ ലമ്മ കൊടുത്ത്, എന്ത് കൊടുത്ത്? ലമ്മ കൊടുത്ത് ഊ. എന്തായി? ഊ. ലു ലു. ഈ അക്ഷരം നമ്മൾ പിന്നെ പഠിക്കൂട്ടോ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്നുണ്ടെന്നുള്ളൂ. ഉദു. ഉദുൻ. ഉദുൻ ചെവി. ഉദുൻ ചെവി. ഉദുൻ ചെവി. ഉദുൻ ചെവി. ഇനി നമ്മള് ഇവിടെ ഉദു എന്നുള്ള നൂനിനുള്ള ലമ്മ കൊടുത്താലോ? ഉദുനു. ഒരു ലമ്മ കൂടി കൊടുത്താലോ? അപ്പൊ തെൻവീനായി. അപ്പൊ നുൻ. കണ്ടോ 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 കണ്ടോ? നു നുൻ. കണ്ടോ? ലമ്മ തെൻവീൻ വന്നപ്പോ ലമ്മ വന്നാൽ നമ്മൾ പറഞ്ഞ് ലമ്മിട്ടാൽ ചുണ്ട് കൂട്ടണം. അപ്പൊ ഊ. അപ്പൊ ഊ എന്നുള്ളതിന് ഒരു ലമ്മ കൂടി കൊടുത്താണ് ലമ്മ തെൻവീനാക്കിയാലോ? ഉൻ. നു എന്നതിനോ? നുൻ. ഉദുനുൻ. ഉദുനുൻ. ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് നോക്കാം. പുസ്തകം എടുക്കേ. ഒരു ചിത്രം കണ്ടോ നിങ്ങൾ? എന്താണത്?
ചെവിയിലെ ചെവി ചെവി ചെവി. ചെവിക്ക് എന്താ പറയാ? അതിന് താഴെ നോക്ക്, ശ്രദ്ധിച്ച് നോക്ക്. എന്താണ് ആ റെഡ് കളറ്? ആ ചുവപ്പ് അക്ഷരം എന്താ? അലിഫുണ്ട്, മുകളിൽ ഹംസ ഉണ്ട്, പിന്നെ ലമ്മ കൊടുത്തിട്ടുണ്ട് അല്ലേ? ലമ്മിട്ടാൽ ചുണ്ട് കൂട്ടണം. അപ്പൊ പറ ഉ ദു ഉദുൻ. എന്താ പറയാ? ഉദുൻ. ഇനി അടുത്ത നോക്കി അതിന്റെ താഴെ അതന്നെയാണ് അല്ലേ? ഓ ദോ നുൻ. ലമ്മ തെൻവീൻ ഉണ്ട് അല്ലേ? 2 ലമ്മ ഇല്ലേ? അതാണ് തെൻവീൻ. അപ്പൊ ഉദുനുൻ. എന്താ പറയാ? ഉദുനുൻ. അടുത്തത് ഓ മുൻ ഉമ്മുൻ ഉമ്മുൻ ഉമ്മുൻ. അടുത്തത് ഓ റാബുൻ ഉറബുൻ ഉറബുൻ ഉറബുൻ. ഇതിലൊക്കെ ഈ ചുവപ്പ് അക്ഷരം നമുക്ക് കിട്ടണം കേട്ടോ. അത് നിങ്ങൾക്ക് കിട്ടൂലേ? ചുവപ്പ് കിട്ടൂലേ? അത് കിട്ടിയാൽ മതി. അടുത്തത് ശരിയാവും നമുക്ക് ഇൻഷാ അല്ലാഹ്. ഇനി അതിന്റെ താഴെ നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്. എന്താണത്? ഊന്നോ? ശ്രദ്ധിച്ചു നോക്ക്. ഫത്തഹല്ലേ കൊടുത്തേ? ഊന്നാണോ വായിക്കുക? അല്ല, ഫത്തഹ കൊടുത്താൽ ആ. എന്താണ്? ഒന്ന് ഉറക്കെ പറ. എന്താണ്? കേൾക്കുന്നില്ലല്ലോ. പറ പറ പറ. ആ ആ. അടുത്ത എന്താണ്? ഓ. അടുത്തതോ ആ. അതിന്റെ അടുത്തതോ ഓ. അപ്പൊ ആ ഉ ആ ഉ. പറ പറ. ആ ഉ ആ ഉ. ഒന്നുകൂടി. ആ ഉ ആ ഉ. അപ്പൊ ചെവിക്ക് എന്താ പറയാ? ഉദുൻ. എന്താ പറയാ? ഉദുൻ. ഒന്നുകൂടി. ഉദുൻ ചെവി. ഉദുൻ ചെവി. പറ ഉദുൻ ചെവി. അപ്പൊ നിങ്ങൾ ഈ പാടന്ന് നല്ലൊന്ന് വായിക്കട്ടാ. എന്നിട്ട് നിങ്ങൾ നോട്ട് ബുക്കിലെ ഉ എന്ന് എഴുതുക. എന്താ എഴുതണ്ടേ? ഉ. നിങ്ങൾക്ക് ഒരു 3 വരി ഉ എന്ന് എഴുതാം. റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് വീണ്ടും കാണാം.